മറ്റൊന്നാണ് വള്ളി വിവാഹം, വള്ളി കല്യാണം. അപ്പോൾ ഈ ദേവസേനാ വിവാഹം അല്ലെങ്കിൽ ദേവയാനി എന്നും പറയും, അതുപോലെ വള്ളി, ഈ രണ്ട് വിവാഹങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഒടുവിൽ സ്കന്ദപുരാണ മഹാത്മ്യം കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 6-ാം ദിവസം ഉച്ചയ്ക്ക് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുക. അപ്പോൾ അത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങൾ, 6 ദിവസം, അത് മുഴുവനില്ല, 5.5 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ആ 6 ദിവസങ്ങൾ ആറുമുഖനായിട്ടുള്ള ഷൺമുഖനായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥകളെ കേൾക്കുവാൻ ഏവരെയും ഒരിക്കൽ കൂടി ഈ ക്ഷേത്ര സന്നിധിയിലേക്ക്, ഈ യജ്ഞശാലയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇപ്പോൾ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രഭാതത്തിൽ നമ്മൾ ഗണപതി ഹോമത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കുക. എല്ലാ ദിവസവും ഗണപതി ഹോമം ഉണ്ടാവും. ഒരു 6:15 കൂടി ഗണപതി ഹോമം ആരംഭിക്കും. അതിൻ്റെ തുടർച്ച എന്ന വണ്ണം 6:30 കൂടിയിട്ട് സുബ്രഹ്മണ്യ സഹസ്രനാമം ജപിക്കാൻ തുടങ്ങും. പിന്നീട് സാധാരണ പുരാണങ്ങളുടെ രീതി പോലെ തന്നെയാണ് സമൂഹ പ്രാർത്ഥന ചെയ്ത് ഗ്രന്ഥ നമസ്കാരം ചെയ്ത് പാരായണം 8:30 നിർത്തി വീണ്ടും 9:15 ആരംഭിക്കും. 12:30 വരെയാണ്. അപ്പോൾ അതുവരെ പാരായണം ചെയ്ത കഥകളെ കുറച്ച് സമയം, ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കഥകളെ അനുസ്മരിക്കും. 12:30 ശേഷം പ്രസാദമൂട്ട് വീണ്ടും 2 മണിക്ക് പാരായണം ആരംഭിച്ച് 4 വരെ, തുടർന്ന് ഒരു 4:30 ആരംഭിച്ച് 6-6:15 സന്ധ്യ അസ്തമിക്കേണ്ടത് ഇപ്പോൾ 6 മണി കഴിയുമ്പോഴേക്കും ആവും. ഒരു 6:15 വരെ പാരായണം ഉണ്ടാവും. വീണ്ടും വൈകിട്ട് 6:30 പ്രഭാഷണം, ദീപാരാധനയ്ക്ക് ശേഷം പ്രഭാഷണം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഓരോ മഹാത്മാക്കളാണ്, നമുക്കൊക്കെ അറിയുന്ന പ്രസിദ്ധരായിട്ടുള്ളവർ തന്നെയാണ്. ഇതിലെല്ലാം നമ്മളുടെ സൗകര്യമനുസരിച്ച് ഭാഗഭാക്കാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ പാർവതീപതയേ ഹര ഹര മഹാദേവാം. വെറ്റിവേൽ മുരുകനുക്ക് ഹര ഹരോ ഹര ഹര. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം.